എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ +2 തുല്യത പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ, അതായത് 2024 പരീക്ഷ കഴിഞ്ഞു. 2024 തന്നെ അതിന്റെ റിസൾട്ട് വന്നു. ജൂലൈയിലാണ് പരീക്ഷ കഴിഞ്ഞത്. റിസൾട്ട് ഈ അടുത്ത ദിവസമാണ് വന്നത്. അപ്പോൾ ഈ റിസൾട്ട് വന്നതിൽ പല പഠിതാക്കളുടെയും റിസൾട്ട് ലഭ്യമായിട്ടില്ല എന്ന് പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലൊരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരാത്തത്, ആരുടെയൊക്കെയാണ് റിസൾട്ട് വരാത്തത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. 2024 ജൂലൈ മാസത്തിൽ നടന്ന പരീക്ഷയുടെ തുല്യതാ പരീക്ഷയുടെ +2വിന്റെ റിസൾട്ട്, +1ന്റെയും +2വിന്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ പബ്ലിഷ് ചെയ്തതിൽ +2 പഠിതാക്കളുടെ റിസൾട്ടാണ് ചിലരുടേത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ റിസൾട്ട് വരാത്തത് എന്നതാണ് നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം 2023, 2022, 2021 അങ്ങനെ ബാക്കിലോട്ടുള്ള വർഷങ്ങളിൽ, അതായത് മുൻപത്തെ വർഷങ്ങളിൽ +2 പരീക്ഷ എഴുതി തോൽക്കുകയും വീണ്ടും അപ്പിയർ ചെയ്ത ആളുകളുടെ റിസൾട്ടാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വർഷം പരീക്ഷ റെഗുലറായിട്ട് എഴുതി വന്ന ആളുകളുടേതല്ല. അതായത് 2024 +2വിലേക്ക് എത്തി ആദ്യ തവണ തന്നെ +2 പരീക്ഷ എഴുതുന്നവരുടെ അല്ലെങ്കിൽ എഴുതിയവരുടെ എല്ലാവരുടെയും, ജയിച്ചവരുടെയും തോറ്റവരുടെയും ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത് പബ്ലിഷ് വെച്ചിരിക്കുന്നത് ആരുടെ റിസൾട്ടാണ്? 2023 പരീക്ഷ എഴുതി തോറ്റവരുടെയോ അല്ലെങ്കിൽ 2022 +2 പരീക്ഷ എഴുതി തോറ്റവരുടെയോ ഒക്കെ റിസൾട്ടാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരിവിടെ സേഫ് പരീക്ഷയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? അതായത് 2022, 23 വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ +2 തുല്യതാ പരീക്ഷ എഴുതിയിട്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത്തരം തോറ്റ വിഷയങ്ങൾ വീണ്ടും എഴുതിയെടുത്തത് ഈ 2024 ആണ്. ഓക്കെ, 4 എക്സാമിലാണ്. അപ്പോൾ ഈ 2024 എക്സാമിൽ അവരുടെ ഈ +2 പരീക്ഷ എഴുതിയപ്പോൾ അത് സേഫ് പരീക്ഷയായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരം ആളുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ +2 പാസ്സായവരുടെ അല്ലെങ്കിൽ 2024 തുടർച്ചയായിട്ട് പഠിച്ചു വന്നവരുടെ കൂടെ പരീക്ഷ എഴുതിയെങ്കിലും അവരുടെ കൂടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത്തരം ആളുകളുടെ റിസൾട്ട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതായത് ഇങ്ങനെ പരീക്ഷ എഴുതിയവർ, സേഫ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പേജ് നമ്മുടെ മാർക്ക് ലിസ്റ്റിന്റെ പേജ് തന്നെ ആയിരിക്കും. ആ മാർക്ക് ലിസ്റ്റിന്റെ പേജിൽ നമുക്ക് നമ്മുടെ പേരും നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കും. പക്ഷെ റിസൾട്ടിന്റെ കോളത്തിൽ നമ്മൾ എത്ര പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഏതെല്ലാം വിഷയങ്ങളാണ് എഴുതിയത് ആ വിഷയങ്ങളുടെ പേരുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കവിടെ കിട്ടുന്ന മാർക്കും അവിടെ കാണിച്ചിരിക്കില്ല. അതിന് പകരമായിട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് എഴുതുന്നതിന് പകരം അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് എഴുതുന്നതിന് പകരം റിസൾട്ട് പബ്ലിഷ്ഡ് ലേറ്റർ എന്നാണ് കാണിക്കുന്നത്. റിസൾട്ട് പബ്ലിഷ്ഡ് ലേറ്റർ എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ റിസൾട്ട് ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് ഈ സൈറ്റിൽ തന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡൗൺലോഡ് ചെയ്തതുപോലെ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയോ എടുത്തിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ള ആ എക്സാം സെന്ററിലെ പ്രിൻസിപ്പൾക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കുക. പ്രിൻസിപ്പളോട് നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം പറയുക. ഇതിങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്, ഇതിലിനി എന്ത് പോംവഴിയാണ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് നിങ്ങളത് അന്വേഷിച്ച് നോക്കിയാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു വിവരം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് DHSE കേരള എന്ന് പറയുന്ന സൈറ്റിൽ
അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടും, തിരുവനന്തപുരത്തെ കോൺടാക്ട് നമ്പർ കിട്ടും. ആ കോൺടാക്ട് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താലും നമുക്ക് എന്താണ് അതിന്റെ കൃത്യമായുള്ള ഡാറ്റ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതുകൊണ്ട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഹയർ സ്റ്റഡിക്കൊക്കെ പോകാൻ, അതായത് ഡിഗ്രി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ഈ മാസം അവസാനിക്കുകയാണ്. ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് അതെല്ലാം ക്ലോസ് ചെയ്യാണ്, ഡിഗ്രി അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇത്തരം ആളുകളുടെ തടഞ്ഞു വെച്ച റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ പബ്ലിഷ് ചെയ്യാതിരിക്കാനുള്ള കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊന്ന് സേവ് പരീക്ഷ എഴുതിയ ആളുകളായതുകൊണ്ടാണ്. അതിൽ തന്നെ നമുക്ക് സേവ് പരീക്ഷ എഴുതുമ്പോൾ നമ്മളിവിടെ 2 വർഷത്തെയും ഫീ അടച്ചിട്ട് പരീക്ഷ എഴുതിയവരായിരിക്കും. അപ്പോൾ +1 പരീക്ഷ ജയിച്ചവർ +2 പരീക്ഷ മാത്രമാണ് എഴുതിയിട്ടുണ്ടാവുക. ഇനി നേരെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനുള്ളതായിരിക്കാം ഇങ്ങനെ ഒരു താമസത്തിന് കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരും. അതിലൊരു കുറച്ച് സമയത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാലും പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.